ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിൽ ആശങ്കയൊഴിയാതെ ഇടുക്കി ജില്ലയിലെ കർഷകർ എന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം. ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിൽ ഇടുക്കി ജില്ലയിലെ കർഷകരുടെ ആശങ്കകൾ ഒഴിയുന്നില്ല എന്നാണ് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് 22 വരെ ജില്ലയിൽ ഇത്തരമൊരു ആശങ്ക ഇല്ലായിരുന്നുവെന്നും മുൻപ് നിർമ്മാണം നടന്നിരുന്ന കെട്ടിടങ്ങൾ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നതെന്നും കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി സ്കറിയ കുഴിക്കാട്ട് പറഞ്ഞു. ഭൂപതിവ് ചട്ട ഭേദഗതി ബിൽ ആശങ്ക ഒഴിയാതെ ഇടുക്കിയിലെ കർഷകർ നൽകുന്നു. ഇതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ മാറുകയാണ്. 2019 ഓഗസ്റ്റ് 22 വരെ ജില്ലയിൽ അങ്ങനെ ഒരു ആശങ്കയില്ലായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാ തരം കെട്ടിട നിർമ്മാണങ്ങളും യാതൊരുവിധ തടസ്സവുമില്ലാതെ 2019 ഓഗസ്റ്റ് 22 വരെ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് നിർമ്മാണ നിരോധന ഉത്തരവുമായി ഗവൺമെൻറ്, ഈ സർക്കാർ, പിണറായി സർക്കാരിൻ്റെ ഒന്നാം ഗവൺമെൻറ് അങ്ങനെ ഉത്തരവ് കൊണ്ടു. അത് ജില്ലയിലാകെ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പേരിൽ നിരവധിയായ നാളുകളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ഭൂപതിവ് ചട്ട ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയത്. അതുകൊണ്ട് ജില്ലയിലെ കർഷകർക്കോ പട്ടയ വിതരണത്തിനോ നിർമ്മാണ നിരോധനത്തിനോ ഒരു മാറ്റവും വരുന്നില്ല എന്നതാണ് വീണ്ടും ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നത്. ഗവൺമെൻറ്റും പല ആളുകളും പറയുന്നത് അതെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന്. ഞങ്ങൾ ചോദിക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ കൊടുക്കുന്ന പട്ടയം, തയ്യാറാക്കി വെച്ചിരിക്കുന്ന പട്ടയങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. അതിൽ ഭൂപതിവ് ചട്ടത്തിൻ്റെ 4ാം ഖണ്ഡികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കി മുൻകാല പ്രാബല്യത്തോടുകൂടി അല്ലെ എല്ലാ നിർമ്മാണ അനുമതി കൊടുത്തുകൊണ്ടുള്ള പട്ടയമാണ് കൊടുക്കുന്നത്. അതിൽ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പട്ടയം വിതരണം ചെയ്യാമല്ലോ. അത് വിതരണം ചെയ്യുന്നില്ല. രണ്ടാമത്, 2019 വരെ പണിത നിർമ്മാണങ്ങൾ, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിലും വാണിജ്യ അടിസ്ഥാനത്തിലും താമസത്തിനൊക്കെയായി നിരവധിയായ ടൂറിസം മേഖലയൊക്കെ നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടന്നിട്ടുണ്ട്. ആ നടന്ന കെട്ടിടങ്ങൾക്ക് റവന്യൂവിൻ്റെ അനുമതിയും പഞ്ചായത്ത് തദ്ദേശ വകുപ്പിൻ്റെ അനുമതിയും ലഭ്യമായിരുന്നു. സർക്കാർ നിയമം അനുസരിച്ച് തന്നെ അങ്ങനെ അനുമതി ലഭിക്കുകയും അതനുസരിച്ച് ഈ കെട്ടിടങ്ങൾക്ക് കരമിട്ട് വർഷങ്ങളായി കരമടച്ചു വരികയാണ്. എന്നാൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇതെല്ലാം അനധികൃത കെട്ടിടങ്ങളാണ്, ഇതെല്ലാം ക്രമവൽക്കരിക്കേണ്ടതുണ്ട്. ക്രമവൽക്കരിക്കണമെങ്കിൽ സർക്കാർ ഫീസ് അടയ്ക്കണം, അമിതമായ ഫീസ്. അത് എത്രയാണ്, എങ്ങനെയാണ്, റൂൾസ് കെട്ടിടങ്ങൾക്ക് എങ്ങനെയാണ്, വ്യവസായ അടിസ്ഥാനത്തിലുള്ള എങ്ങനെയാണ്, വീടുകൾക്ക് എങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല. 1500 സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങളെ നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന് പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ 4ാം ഖണ്ഡികയിൽ പറഞ്ഞ 1500 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള കെട്ടിടങ്ങൾ, അതനുസരിച്ച് പണിയാവുന്ന അല്ലാത്ത കെട്ടിടങ്ങളൊക്കെയും നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണ്. അപ്പം അതിനൊക്കെ കരമീടാക്കി ക്രമവൽക്കരിക്കാനുള്ള ഒരു സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതാണ് ഭൂപതിവ് ചട്ട ഭേദഗതി ബിൽ ഉള്ളതാണ് ആശങ്ക. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും സർക്കാരിന് തുക ഈടാക്കാം. ഇതാണ് ജില്ലയിൽ ആശങ്കപ്പെടുത്തുന്നത്. രണ്ടാമത്, ഇതുകൊണ്ടും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോഴും 1964 പഴയ പട്ടയമുള്ള സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. ഇവിടെയാണ് പ്രശ്നം. എങ്കിൽ അതിന് അനുമതി കൊടുക്കണ്ടേ? അപ്പോൾ ജില്ലയിൽ പുതിയ, നേരത്തെ പഴയ പട്ടയങ്ങൾ മാത്രമാണ് ആളുകൾക്ക് ആവശ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ പഴയ പട്ടയങ്ങൾ ഉള്ള സ്ഥലങ്ങൾ ആർക്കും വേണ്ട, അത് വാങ്ങാൻ ആളില്ല. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത അവസ്ഥയാണ് നടക്കുന്നത്. അപ്പോൾ ആ ആശങ്ക ഒഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഞങ്ങൾ കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഈ നിയമം സംസ്ഥാന വ്യാപകമാക്കണം. സംസ്ഥാന വ്യാപകമാക്കി നിർമ്മാണ നിരോധന ഉത്തരവ് സംസ്ഥാനം മൊത്തം ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണമുള്ള നിയന്ത്രണം, അതായത് ചട്ട ഭേദഗതി ബിൽ, എന്നാൽ അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും മതമാക്കണ്ടേ? അവിടെയും 64-ലാണല്ലോ ഭൂപതിവ് അനുസരിച്ചാണല്ലോ പട്ടയം കൊടുത്തിട്ടുള്ളത്. അപ്പം അതില്ലാതെ ഈ ജില്ലക്കാരോട് മാത്രം കാണിക്കുന്ന കടുത്ത അനീതിയാണ്. അത് പരിഹരിക്കുന്നില്ല. ഇത് പരിഹരിച്ചു എന്ന് ഇടതുപക്ഷക്കാർ, പാർട്ടി നേതാക്കന്മാരൊക്കെ പറയുമ്പോഴും ഈ ആശങ്ക ഒഴിയുന്നില്ല, ഇതിനൊരു തീരുമാനമാവുന്നില്ല. ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ കെട്ടിടം പണിതിരിക്കുന്നു. ഒരു ചെറിയ വീട് വെച്ചാൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ആവും. അവരുടെ 500 സ്ക്വയർ ഫീറ്റ് വെട്ടിക്കുറയ്ക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പം നിലവിൽ നടന്നിട്ടുള്ള
നിർമ്മാണ പ്രവർത്തനമൊക്കെ അനധികൃതമാക്കി വെച്ചുകൊണ്ട് അമിതമായ പണം ഈടാക്കാൻ പാർട്ടിക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും പണം പിരിയാനുള്ള ഒരു അവസരമായി ഈ ചട്ടഭേദഗതി ബില്ല് ഞങ്ങൾ കാണുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ചട്ടഭേദഗതി ബില്ല് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണകക്ഷിയിലെ ആളുകൾക്കും പണം ആളുകളിൽ നിന്നും കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമായി അതിനെ മാറുന്നു എന്നുള്ളതാണ്. അതല്ല ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനമില്ല. അത്തരത്തില്ലെങ്കിൽ വീണ്ടും ഈ സമരമാർഗങ്ങളുമായി നിങ്ങൾക്കൊക്കെ മുന്നോട്ട് വരേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഭൂപതിവ ചട്ട ഭേദഗതി ബില്ലിൽ എല്ലാ ജില്ലകൾക്കും ബാധകമാണെന്നും അല്ലാതെ ഇടുക്കി ജില്ലയ്ക്ക് മാത്രം ബാധകമാക്കുന്നത് ജില്ലയോട് കാട്ടുന്ന കടുത്ത അനീതിയാണെന്നും കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി സ്കറിയ കുഴിക്കാട്ട് പറഞ്ഞു. മലനാട് ന്യൂസ്, ഇടുക്കി. You are watching India's first NGO television, Malanad TV India.